എടി സജിമോളെ, നീ പറഞ്ഞില്ലെങ്കിലും വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? കല്യാണം ഉറപ്പിച്ച വിവരം കൊട്ടിപ്പാടി നടക്കണോ ഞാൻ? അത് ബോറ. എന്നാലും നാം തമ്മിലുള്ള ഇരിപ്പ് നിലയ്ക്ക് നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നു. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നാം ഇപ്പോഴല്ലേ ആദ്യമായി കാണുന്നത്? ഞാൻ പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ താടിയെടുക്കുന്ന മയ്യത്ത് നിന്റേതായിരിക്കും. ഓർമ്മിരിക്കും. ഇവിടെ ഒന്നും കാണുന്നില്ല. ഞാനിപ്പോ കണ്ടില്ല. എടാ ശൈത്താനെ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ഈ ദ്രോഹി വന്നെന്നെ. ഇബ്ലീസേ, നീ എത്രക്കായോ? എലീമ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. വേണ്ടടാ, നീ ഒന്നും പറയണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. വീട്ടിൽ കയറ്റാൻ കൊള്ളത് ഹിമാർ. ഈ വീടുമായുള്ള നിന്റെ ബന്ധം ഇതോടെ അവസാനിപ്പിക്കണം. റംലത്തിന് നീ ഇപ്പൊ മൊയ്യല്ലോ. എടാ നൂർക്കോലി, പോയി കത്തിനെ അടിച്ചോണ്ടാ. റംലത്തിന് മൊഴിചെല്ലാനും എന്തിന്? തോന്നുമ്പോഴൊക്കെ നിക്കാതെ കഴിക്കാനും മൊഴിചെല്ലാനും ഞാനെന്താ ചന്തച്ചെടുക്കാനാണോ? നീ വലിയൊരു സുജായി. നിന്റെ മഹത്വമാണാ ഞാനിപ്പോ കണ്ടത്. എന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അറിയാമല്ലോ. എങ്കിൽ തടി ചീത്തയാക്കാതെ ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. റംലത്തിന്റെ മൊഴി ഉടനെ ചൊല്ലണം. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ ഭാര്യ ചെയ്ത തെറ്റിന് ഞാനും റംലത്തും ശിക്ഷ അനുഭവിക്കണം അല്ലേ? പാമ്പെന്ന് പറഞ്ഞ് വിളിച്ചു വരച്ച് എന്നെ കയറി പിടിച്ചിട്ടും. വേണ്ടടാ, എന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചക്ക് നിന്റെ വിശദീകരണം ആവശ്യമില്ല. അറിഞ്ഞു മോളെ, ഉറങ്ങിക്കിടക്കായിരുന്നു നിന്റെ ഇളമിയെ നിന്റെ കെട്ടിയും കയറി പിടിച്ചു. ഇവർ പറയുന്ന ഒന്നും നീ വിശ്വസിക്കരുത്. നിന്റെ എളിയമാണ് എന്നെ കയറി പിടിച്ചത്. ചെയ്ത തെറ്റുകളൊന്നും പോരാഞ്ഞിട്ട് എനിക്കൊരു കളവും കൂടി പറയണം. എടാ, ഒരേ സമയത്ത് എന്റെ ഭാര്യയും മകളെയും നിന്റെ ഭാര്യമാരാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന വ്യാമോഹം നീ ഇതോടെ അവസാനിപ്പിക്കണം. റംലത്തിന് നീ ഇപ്പൊ തന്നെ മൊയ്യിടണം. നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ട മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നിൽക്കവിടെ. ഈ നിമിഷം മുതൽ നീ റംലത്തിനെ കാണാൻ പാടില്ല. നിങ്ങളുടെ മകൾ റംലത്തിന്റെ മൊഴി 1 ചൊല്ലി 2 ചൊല്ലി മുത്തലാക്ക് 3 ചൊല്ലി പിരിച്ചിരിക്കുന്നു. എന്താ നീ എവിടെയോ പോവാനുള്ള ഒരുക്കം പോലെ? അതെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്കോ? നിങ്ങളെപ്പോലെ ഒരു ക്രൂരനായ മനുഷ്യന്റെ കൂടെ താമസിക്കുന്നതിലും ഭേദം വല്ല വിഷവും വാങ്ങിത്തന്ന് മരിക്കുകയാണ്. ഓ, അത്രയ്ക്ക് ചൂടാവാതെ. നീ മരിക്കുന്നതും മരിക്കാതിരിക്കുന്നതും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഈ സമയം നീ ഇവിടുന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ നടത്തിയ നാടകത്തിന്റെ രഹസ്യം കുറച്ചു ദിവസം കൂടി കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യം എനിക്കുണ്ട്. ഇല്ല, ഞാൻ പോകും. നീ പോവേ? ഈ വീടിന്റെ പുറത്ത് നീ കാലുകുത്തിയാൽ അന്ന് നിന്റെ മയ്യത്തായിരിക്കും.
ആ ദജ്ജാലപ്പൂവിന്റെ മകളെ കല്യാണം കഴിക്കാൻ നീ തീരുമാനിച്ചു അല്ലേ? എനിക്ക് അവളെ ഇഷ്ടമാണ്. നിന്റെ ഒരു ഇഷ്ടം. ഈ ദജ്ജാലപ്പൂ ആരാണെന്ന് നിനക്കറിയാമോ? അങ്ങാടി പിള്ളേരോടൊപ്പം എച്ചിലത പറക്കുകയും കടത്തിലേക്ക് കിടന്ന് ഉറങ്ങി വളർന്നവനാണ് അവൻ. 10 ചില്ലിക്കാശിന് വേണ്ടി ആരെ എന്ത് ചെയ്യാൻ പഠിക്കാത്ത നീചൻ. എടാ, നിന്റെ റംലത്തിന്റെ ഉമ്മ മരിച്ചെങ്ങനെയാണെന്ന് നിനക്കറിയാമോ? വേറൊരു ഒരു തേങ്ങയുടെ തർക്കത്തിന്റെ പേരിൽ പൂർണ്ണ ഗർഭിണിയായിരുന്ന അവളെ ഒറ്റ ചവിട്ടിൽ കൊന്നു കളഞ്ഞാണ് അവൻ. ദജ്ജാലപ്പൂ തെറ്റ് ചെയ്തതിന് റംലത്ത് എന്ത് പഴിച്ചു? അവളൊന്നും പഴിച്ചില്ലടാ. പക്ഷേ നിന്റെ പെങ്ങൾക്കൊരു കല്യാണാലോചന വരുമ്പോ ആങ്ങളെ ദജ്ജാലപ്പൂവിന്റെ മരുമോനാണെന്ന് പറയുന്നത് എനിക്ക് ഒരു നാണക്കേടാണ്. ബാപ്പ ഇത്രയ്ക്ക് പറയുന്ന സ്ഥിതിക്ക് നിനക്ക് ആ ബന്ധം വേണ്ടെന്ന് വെച്ചുകൂടെ സുൽഫി? ഞാൻ അവളെ സ്നേഹിച്ചു പോയിരുന്നു. എന്നാ അത് തന്നെ നടക്കട്ടെ. പക്ഷെ ഒന്ന്, ദജ്ജാലപ്പൂവിന്റെ മരുമകനാകുന്നതിന് മുമ്പ് അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ മരിച്ചിരിക്കണം. ദജ്ജാലപ്പൂവിന്റെ മോളെ കല്യാണം കഴിച്ചിട്ട് ഈ വീട്ടിലേക്ക് കയറി വരാമെന്ന് വിചാരിക്കണ്ട. ഈ വീടുമായിട്ടുള്ള നിന്റെ എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ബാപ്പ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ നിനക്ക് പറ്റുന്നില്ലേ? മോനെ, പൊയ്ക്കോ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഇനി എന്റെ മയ്യത്ത് കാണാൻ കൂടി നീ ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് പൊരുത്തമല്ല. തിന്നെയും കുടിക്കുകയും ചെയ്യാതിരിക്കുന്നു. എനിക്കൊന്നും ആവശ്യമില്ലാഞ്ഞിട്ടല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? അല്ല, നീ ഒന്നും കഴിച്ചില്ലേ? ഏത് സമയത്തും ഇങ്ങനെ വിമിഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എന്താ ഒരു നേട്ടം? ആ ഇബിലീസിന്റെ കുടുക്കിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി സന്തോഷിക്കല്ലേ വേണ്ടത്? അവനേക്കാൾ നല്ലൊരു പിയാപ്പിളയെ നിനക്കുണ്ടാക്കി തരാൻ ബാപ്പാക്ക് കഴിയുമോളെ? വേണ്ട ബാപ്പ, ഇനിയൊരു കല്യാണക്കാര്യം ബാപ്പ എന്നോട് പറയരുത്. പറയണ്ടേ? കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല. ഞാൻ പെട്ടെന്നങ്ങ് മയ്യത്തായി പോയാല് നിനക്കൊരു തുണ വേണ്ടേ? എല്ലാം നിന്റെ നല്ലതിനാണെന്ന് കരുതി വിഷമിക്കാതെ ചോറ് തിന്ന്. നിങ്ങളുടെ മകൾ റംലത്തിനെ നിങ്ങൾ എനിക്ക് നിക്കാഹ് കഴിച്ച് ഭാര്യയാക്കി തന്നതിനെ നിങ്ങൾ എനിക്ക് നിക്കാഹ് കഴിച്ച് ഭാര്യയാക്കി തന്നെ ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു. ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു. തട്ടുണ്ടോ? നേരെ പിടിച്ചു. പേർക്കുന്നല്ല തട്ടൊക്കെ ഇടുന്നൊരു കാര്യമുണ്ട് മോളെ. സമയായി മോളെ, പുറപ്പെട്. വരും. ആദ്യമായ ഈ വീട് വിട്ടോട് താമസിക്കുന്നത്. എന്റെ ഉമ്മയുടെ കാലം മുതൽക്കേ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്നവരാണ് ഈ ചേനാച്ചി. ഇരിക്കുമോ? പിടിക്കുമോളെ.
നിനക്ക് വേണ്ടി എന്തൊക്കെ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നാലും ഒരിക്കലും ഞാനതൊരു നഷ്ടമായി കാണില്ല. ഈ ദുനിയാവിലെ എന്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് നീയാണ്. സത്യം? സത്യം. റംലത്ത് കരയുകയാണ്. എന്താ കാര്യം? നാം തമ്മിലുള്ള പ്രായത്തിന്റെ അന്തരത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയായിരിക്കും. ഒരുപക്ഷെ നാം ഒരുമിച്ച് ജീവിക്കണമെന്ന് പടച്ചവന്റെ വിധി ഉണ്ടാകും. ഇങ്ങോട്ട് നോക്ക്. ദയവ് ചെയ്ത് എന്നെ തുടരുത്. തൊടാൻ പാടില്ലാത്ത സമയമായിരിക്കും. അതുകൊണ്ടല്ല, ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. അയാൾ നിന്നെ മൊഴി ചൊല്ലി ഉപേക്ഷിച്ചില്ലേ? പക്ഷെ അത് സാധുവല്ല. ഞാൻ ആ മനുഷ്യനിൽ നിന്നും ഗർഭിണിയാണ്. നീ പറയുന്നത് സത്യമാണോ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു സാക്ഷിയായി. എന്നിട്ടെന്തേ ഈ വിവരം നേരത്തെ പറഞ്ഞില്ല? നിങ്ങളെ അറിയിക്കാൻ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സന്ദർഭം ഉണ്ടായില്ലല്ലോ. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണോ നിന്റെ ബാപ്പ നിന്നെ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നത്? അതെ, ഞാനും നിങ്ങളും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച് ബാപ്പ വീട്ടിൽ മടങ്ങിയെത്തിയ ദിവസം നീ ഈ മാസം കുളിച്ചില്ലേ മോളെ? എന്താ ഒന്നും മിണ്ടാത്തെ? കുളിച്ചില്ലേ? ഇല്ല. ഈ ചതിച്ചോ ഇല്ലാതെ? അറിയമാ അറിയമാ റംലത്തും കുഞ്ഞു മുഹമ്മദ് സാഹിബും തമ്മിലുള്ള വിവാഹം ഞാൻ ഉറപ്പിച്ചു. ഉറപ്പിച്ചു? പക്ഷേ അത് നടക്കില്ല. നടക്കില്ലേ? അതെന്താ? റംലത്ത് സുൽഫിക്കറിൽ നിന്നും ഗർഭിണിയാണ്. റംലത്ത് ഗർഭിണിയോ? അതെ. ചെയ്യരുതാത്ത പ്രവൃത്തികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് സുൽഫിക്കറിൽ നിന്നും റംലത്തിന്റെ മൊഴി വാങ്ങിയതിന് പഠിച്ചു നമ്മെ ശിക്ഷിച്ചിരിക്കുകയാണ്. ശിക്ഷിച്ചിരിക്കുന്നു. ആർക്കും ദജ്ജാൽ അബുവിനെ ശിക്ഷിക്കാൻ കഴിയില്ല. എന്ത് തന്നെയായാലും റംലത്തും കുഞ്ഞു മുഹമ്മദ് സാഹിബും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തും. ആ കല്യാണം നടത്താൻ പറ്റില്ല. നടത്താൻ പറ്റില്ല. കാരണം ഞാനിപ്പോ സുൽഫിക്കയുടെ കുഞ്ഞിന്റെ ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം എത്രയും വേഗം നടത്തിയേ മതിയാകൂ. ഒരു സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാരോ? ഞാനിപ്പോഴും സുൽഫിക്കയുടെ ഭാര്യയാണ്. ബാപ്പ പറയുന്ന വിവാഹത്തിന് നിയമം എതിരാണ്. നന്റെ ഒരു നിയമം എനിക്കതൊക്കെ പുല്ലാടി. നിയമത്തിൽ തൊട്ട് കളിക്കുന്നത് അപകടമാണ്. ഗർഭിണിയായ പെണ്ണിനെ മൊഴി ചൊല്ലാൻ പാടില്ലെന്നാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അഥവാ ചൊല്ലിയാൽ തന്നെ നിയമപ്രകാരം
ആ ബന്ധം അറ്റുപോവില്ല. സുൽഫിക്കയുടെ കൂടെ അല്ലാതെ മറ്റൊരു പുരുഷന്റെ കൂടെ ഞാനിനി ജീവിക്കില്ല. എന്റെ ഒരു സുൽഫീക്ക സ്വന്തം ഇളയമയെ കയറി പിടിച്ച ആ നീതിനെ കുറിച്ചാണോ നീ ഇത്ര പൂഴ്ത്തി സംസാരിക്കണത്? അത് ബാപ്പി എളിമയും കൂടെ ചേർന്നുണ്ടാക്കിയ കെട്ടുകഥയല്ലേ? എന്റെ മൊഴി വാങ്ങിയെടുക്കാൻ എടുത്ത തന്ത്രം. അപ്പൊ നീ അത് മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാലിനി ഞാൻ തെച്ചാലെ പോയിട്ട് എന്നെ സംസാരിക്കാം. നീ ഗർഭിണിയാണെന്ന് സത്യം നമ്മൾ 3 പേരിലാൽ 4-ാമതൊരാൾ അറിയാനിട വന്നാൽ ഒന്നും നിന്റെ മയ്യത്തായിരിക്കും.